ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് പട്ടുപാവാടയിലും സെറ്റ് സാരിയിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ട്രഡീഷണൽ എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ്. ഇനി ചെയ്യേണ്ടത്, ഏത് തുണിയിലാണോ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനുള്ളത് അതിലേക്ക് എംബ്രോയ്ഡറി ഹൂപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ഒരു നെയിൽ പോളിഷിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റൗണ്ട് വരച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കോയിൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, റൗണ്ട് കിട്ടിയാൽ മാത്രം മതി. ഇത് വരച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇനി അതിൻ്റെ നടുക്കൊരു ചെറിയ റൗണ്ടും കൂടി വരച്ചു കൊടുക്കണം. ഈ ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് തന്നെ, അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ആദ്യം ചെയ്യേണ്ടത് 6 സ്ട്രാൻഡ്സിൻ്റെ ഒരു നൂലെടുക്കുക. ഞാനിവിടെ ബ്ലൂ കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ ചെറിയ റൗണ്ടിലെ അതിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് സൂചി പൊക്കി കൊടുക്കാം. ഇവിടെ ഉപയോഗിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇനി മുകളിലേക്ക് സൂചി പൊക്കി കൊടുത്തില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സൂചി ഒന്ന് താത്തി കൊടുക്കുക. എന്നിട്ട് വലിയ റൗണ്ടില്ലേ അതിൻ്റെ അറ്റത്ത് സൂചി ഇതുപോലെ പൊക്കി കൊടുക്കുക. എന്നിട്ട് നൂല് ആ സൂചിയുടെ അടിയിലൂടെ ഇങ്ങനെ വളച്ചെടുക്കുക. എന്നിട്ട് സൂചി മുകളിലേക്ക് വലിച്ചു കൊടുക്കണം. അധികം ടൈറ്റ് ആക്കരുത്, ലൂസാക്കി തന്നെ പിടിക്കുക. എന്നിട്ട് ആ ഒരു റൗണ്ടിൽ ഇതള് പോലെ ഒന്ന് സൂചി കൊണ്ട് തന്നെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് സൂചിയിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് സാരിയിലോ അല്ലെങ്കിൽ പട്ടുപാവടയിലൊക്കെ ആണെങ്കിൽ ഗോൾഡൻ ബീഡായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുക. ഇനി നമുക്ക് ആ സ്ഥലത്ത് തന്നെ സൂചി ഒന്ന് താത്തി കൊടുക്കാം. താത്തി കൊടുക്കുമ്പോഴും അധികം ടൈറ്റ് ആക്കാതെ തന്നെ താത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ റൗണ്ടിന് ചുറ്റും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ ആ റൗണ്ടിന് ചുറ്റും ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ സാധാരണ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. പക്ഷേ ലേസി ഡേസി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. സാറ്റിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ കുറേ ടൈം എടുക്കും, മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യേണ്ടി വരും. പക്ഷേ ലേസി ഡേസി ഒക്കെ ആണെങ്കിൽ അതിനേക്കാളും അത്രയും ടൈം എടുക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് ഡ്രസ്സിലൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എംബ്രോയ്ഡറി ഡിസൈൻസിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവർ അതൊന്ന് പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോൾഡൻ കസവ് വരുന്ന ഡ്രസ്സിലാണെങ്കിലാണ് ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കേണ്ടത്. ഇനി സിൽവർ കസവ് വരുന്ന ഡ്രസ്സിലാണെങ്കിൽ സിൽവർ ബീഡ്സ് തന്നെ ഉപയോഗിക്കണം. ഇപ്പം നമ്മൾ സെറ്റ് സാരിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കര ഏത് കളറിലാണോ വരുന്നത് ആ കളറിലുള്ള ബീഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി സിൽവർ സെറ്റിലൊക്കെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഉപയോഗിച്ചാൽ അത് ഒരു ഭംഗി കാണത്തില്ല. അതിന് ചേരുന്ന ബീഡ്സ് തന്നെ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണിച്ച ആ രീതിയിൽ തന്നെ ആ റൗണ്ടിന് ചുറ്റും ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നടുക്കുള്ള ആ ഒരു സ്പേസിലേക്ക് സൂചി മുകളിലേക്ക് പൊക്കി കൊടുക്കുക. എന്നിട്ട് ബീഡ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 എണ്ണം അടുപ്പിച്ചിരിക്കുന്ന ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ 2 മുത്ത് ഇരിക്കാൻ എന്തോരം സ്പേസ് വേണോ അതൊന്ന് നോക്കിയിട്ട് അത്രയും സ്പേസ് വിട്ടിട്ട് വേണം സൂചി താഴത്തോട്ട് കുത്തിക്കൊടുക്കാനായിട്ട്. ആ ഒരു സ്പേസിൽ തുണി കാണാത്ത രീതിയിൽ ഇനി ഫുള്ളും ബീഡ് കുത്തിക്കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അറ്റത്ത് ഒരു ബീഡ് കൊടുത്തില്ലേ, ആ ബീഡ് തന്നെ നടുക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 ടൈപ്പ് ബീഡാണെങ്കിൽ ഒരു ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ്, എംബ്രോയ്ഡറി ഇതുപോലെയുള്ള വീഡിയോകളും നമ്മൾ എന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്